ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താൻ സാധ്യതകളൊന്നും ബാക്കി നിർത്താതെയുള്ള തെരച്ചിലാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഈ മേഖലയിൽ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുമ്പോൾ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ 224-ലെത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും അനധികൃത കുടിയേറ്റമായി ഇതിനെ മുദ്രകുത്താൻ സാധിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ മാനസികാരോഗ്യം ഉറപ്പാക്കാനായി മൊബൈൽ മെന്റൽ ഹെൽത്ത് യൂണിറ്റ് സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാനസികാരോഗ്യ പിന്തുണയ്ക്കായി ഗ്രൂപ്പ് കൌൺസിലിംഗും വ്യക്തിഗത കൌൺസിലിംഗും നൽകുന്നുണ്ട്. ക്യാമ്പിലുള്ളവരുടെ മാനസിക പിന്തുണയ്ക്കായി രാത്രിയിൽ കൂടി കൌൺസിലർമാരുടെ സേവനം നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ 310 ഹെക്ടർ കൃഷിസ്ഥലം നശിച്ചതായി പ്രാഥമിക വിവരം. ദുരന്ത പ്രദേശമായി മാറിയ 3 വാർഡുകളിലെ 750-ലധികം കുടുംബങ്ങൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് മേപ്പാടി പഞ്ചായത്തിന്റെ കണക്ക്. കാർഷിക ഉപകരണങ്ങളുടെ നഷ്ടവും വലുതാണ്. കാർഷിക വായ്പകൾ വിലയിരുത്തി വരുന്നതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ 53.98 ലക്ഷം രൂപ ലഭിച്ചു. സംഭാവന നൽകാൻ താൽപ്പര്യമുള്ള സർക്കാർ ജീവനക്കാർ സ്ഥാപന മേധാവികൾക്ക് സമ്മതപത്രം നൽകിയാൽ സ്പാർക്ക് മുഖേന തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ പ്രതിലോമപരമാണെന്നും ഇത് ചിലരിലെങ്കിലും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിൽ ദൌത്യസംഘം ഇന്ന് തിരച്ചിൽ നടത്തി. കരസേന, പോലീസ്, വനം വകുപ്പ് എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട സംഘത്തെ ഹെലികോപ്റ്ററിലാണ് ഇവിടെ എത്തിച്ചത്. ദുരന്ത മേഖലയിൽ നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയാത്ത 22 ശരീരഭാഗങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിച്ചു. സർവ്വമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകൾക്ക് തുടർ പഠന സൗകര്യമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ്. വെള്ളാർമല സ്കൂളിലെ 552 കുട്ടികൾക്കും മുണ്ടക്കൈ GLP സ്കൂളിലെ 62 കുട്ടികൾക്കുമാണ് ബദൽ മാർഗമൊരുങ്ങുന്നത്. ഇതിനായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള APJ ഹാളിലും സൗകര്യമൊരുക്കും. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പുകൾ നിർത്തുന്നതോടെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടുത്ത 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാൻ മന്ത്രി K കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്കാണ് പ്രയോജനം ലഭിക്കുക. ഇവർക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വിദ്യാഭ്യാസം, ഉപജീവനമാർഗം, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി എല്ലാം ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന മാതൃകാ പദ്ധതിയായിരിക്കും ഇത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് പുനരധിവാസം സാധ്യമാകുന്നതുവരെ താമസിക്കുന്നതിനാവശ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ബംഗ്ലാദേശിലെ ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ വിവിധ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. 9,000 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 19,000 ഇന്ത്യൻ പൗരന്മാർ നിലവിൽ ബംഗ്ലാദേശിലുണ്ടെന്നും അദ്ദേഹം ഇരുസഭകളെയും അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ 89.34 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജിന്റെ ഫൈനൽ പ്രവേശം. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് സെമിയിലെത്തി. പുരുഷ ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച നെയ്യാറ്റിങ്കര നെല്ലിമൂട് പ്രദേശത്ത് 39 പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ച പേരൂർക്കട സ്വദേശിക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശം തിരുവനന്തപുരം DMO സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. UK-യിൽ അടുത്തിടെയുണ്ടായ അസ്വസ്ഥതകൾ കണക്കിലെടുത്ത് രാജ്യത്തേക്കുള്ള യാത്രയിൽ ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.